Hey guys, welcome back to the another episode of a WhatsApp marketing series. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് എന്താണ് ഗ്രീൻ ടിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ്. പക്ഷേ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അബാൻഡൻ കാർട്ട് റിക്കവറി. How can WhatsApp marketing help in abandoned cart recovery? Okay, so നമ്മളൊക്കെ എല്ലാവരും വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാവും. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് വെക്കും. ആ ഒരു ആഡ് ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസസ് ആർ വെരി ലോ. നമ്മൾ ആ ഒരു ചെക്കൗട്ട് പേജിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് വെക്കും. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഒരു എങ്ങനെയായാലും ഒരു 30 minutes കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പം വി വിൽ ഫൊർഗെറ്റ് അബൌട്ട് ഇറ്റ്. സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്. ഓക്കെ, സോ ഇഫ് ദ കസ്റ്റമർ അബാൻഡൻസ് ദ കാർട്ട് യു ക്യാൻ ആക്ച്വലി സെൻഡ് എ മെസ്സേജ് ദം ഓൺ വാട്സ്ആപ്പ് ലൈക്ക് സേയിങ് ഹേ ഡിഡ് യു ഫൊർഗെറ്റ് അബൌട്ട് പ്രോഡക്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കോപ്പി റൈറ്റിങ്ങിലൂടെ കൂടുതലും അവർക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ ദേ ഗെറ്റ് റിമൈൻഡഡ് ഓഫ് ഇറ്റ്. ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്തിരുന്നു പക്ഷെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. സോ you will have to remind them to purchase the product. So WhatsApp marketing ഈ ഒരു abandoned cart recovery എന്ന് പറഞ്ഞാൽ it's a very very good option because most of the brands don't do it. Like അവരുടെ ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് അവർ അബാൻഡൻ കാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ അതിന് ഫോളോ അപ്പ് എടുക്കുന്നില്ല. ചില ബ്രാൻഡ്സ് അവരെ പേഴ്സണലി കോൾ ചെയ്യും. ബട്ട് വാട്സാപ്പിലൂടെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി ഗെറ്റ് ദ റീസൺ വൈ ഡിഡ് ദേ അബാൻഡൻ ഇറ്റ്. ചിലപ്പോൾ അവർക്ക് ചെക്കൗട്ട് പേജിൽ പേയ്മെന്റ് പ്രോസസ് ആവാത്തതിന്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അപ്പം അത് നമ്മൾ പേഴ്സണലി അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം അവിടെ അത്രക്കും സപ്പോസ് ഒരു 1000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 500 കസ്റ്റമേഴ്സ് എങ്കിലും അബാൻഡൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ using WhatsApp marketing you can actually reach out to them and recover it. So basically നമ്മൾ ഈ ഒരു കോപ്പി എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അതിലൊരു ഹുക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ അയക്കുന്ന മെസ്സേജ് അവർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു പർച്ചേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒരു ലെവറേജ് എടുക്കാൻ പറ്റുള്ളൂ. സോ കോപ്പി റൈറ്റിംഗ് ഈസ് എ മെയിൻ പാർട്ട് ഇൻ സെൻഡിങ് അബാൻഡൻ കാർട്ട് മെസ്സേജസ്. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് CTWO ആഡ്സിൽ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ക്ലിക്ക് ടു ചാറ്റ് വാട്സ്ആപ്പ് ആഡ്സ് എന്നാണ് പറയാം. ആ ഒരു ആഡ്സ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ കസ്റ്റമറിനെ അക്വയർ ചെയ്യുക എന്നൊക്കെ കാര്യവും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.